ഇറാനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാത്തിനും പിന്നിൽ ഒരുപാട് നിഗൂഢതകൾ. ഇന്നും ഇറാന് ആണവായുധ പ്ലാനുകൾ ഉണ്ടോ ഇല്ലയോ എന്നൊരു വലിയൊരു ഇസ്രായേൽ പറയുന്നുണ്ട്, അമേരിക്ക ഒക്കെ പറയുന്നുണ്ട്. ചുരുളഴിയാത്ത രഹസ്യമായിട്ടാണ് ഇറാൻ അതിനെ കാത്തു സൂക്ഷിക്കുന്നത്. എന്നിട്ട് അവര് ഒരു വെസ്റ്റേണൈസേഷൻ, ഇപ്പൊ നമ്മള് തുർക്കിയിലൊക്കെ കാണുന്ന അതാതുർക്ക് ചെയ്ത ഒരു വെസ്റ്റേണൈസേഷൻ മോഡൽ, സെയിം മോഡലാണ് ഇറാനിലും പെഹ്ലവികൾ കൊണ്ടുവരുന്നത്. അവിടുത്തെ നമുക്ക് തെഹ്റാനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കോട്ടും സൂട്ടൊക്കെ ധരിച്ച് കുറെ ആളുകൾ ഉണ്ടാവും. സ്ത്രീകളാണെങ്കിലും ഒരു വെസ്റ്റേൺ മോഡലിലുള്ള ഡ്രസ്സുകളാണ് ധരിക്കുന്നത്. നമ്മുടെ ഈ ഖുമൈനിയെ റസാ പെഹ്ലവി ഒരു വട്ടം തടവിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നിട്ട് ടെഹ്റാനിൽ വെച്ച് വലിയൊരു സമ്മേളനം നടത്തുന്നുണ്ട്, ഫൈസിയ മദ്രസയിൽ വെച്ചിട്ട്. അന്ന് അയാൾ പറയുന്നൊരു വാക്യമുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, എല്ലാ മണ്ണും കർബല, എല്ലാ നാളും ആശൂറ എന്നൊരു പ്രകമ്പനം കൊള്ളുന്ന വാക്കാണ് അയാൾ നൽകുന്നത്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കുന്നത് ഇറാനെ കുറിച്ചാണ്. ഇറാനെ പറ്റി ഒരുപാട് കഥകൾ പറയാനുണ്ട്. പണ്ടത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആ ഗാംഭീര്യവും ആഡംബര കഥകൾ മുതൽ മൊയ്തു കീശേരി, ദൂർക്കെ മുസാഫിറിലൊക്കെ പറയുന്നത് പോലെ നല്ല ഇളം കാറ്റും പച്ചപ്പുമുള്ള ഇറാൻ വരെ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഇറാനെ കുറിച്ച് സംസാരിക്കാം. മാത്രമല്ല ഇന്ന് ഇറാനെ കുറിച്ച് പറയാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ടൈമാണ് അത്. കാരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, ആഗോളതലത്തിലൊക്കെ ഒരുപാട് യുദ്ധങ്ങള്, പ്രതിരോധങ്ങള്, ഉപരോധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് തീർച്ചയായും പ്രസക്തി തന്നെയാണ്. പക്ഷെ ഇറാനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാത്തിനും പിന്നിൽ ഒരുപാട് നിഗൂഢതകളെ കുറിച്ച് പറയുമ്പോൾ ഇറാനിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറാന്റെ ആണവായുധം തന്നെ വലിയൊരു ഉദാഹരണമാണ്. അമേരിക്ക പോലും അതിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ ഇന്നും ഇറാന് ആണവായുധ പ്ലാനുകൾ ഉണ്ടോ ഇല്ലയോ എന്നൊരു വലിയൊരു ഇസ്രായേൽ പറയുന്നുണ്ട്, അമേരിക്ക ഒക്കെ പറയുന്നുണ്ട്. ചുരുളഴിയാത്ത രഹസ്യമായിട്ടാണ് ഇറാൻ അതിനെ കാത്തു സൂക്ഷിക്കുന്നത്. ആ സംശയത്തിന് പിന്നിലാണ് കഴിഞ്ഞ 13-ന് ഇസ്രായേൽ ഇറാൻ വാർ നടക്കുന്നത്. അതെ, 12th ഡേ വാർന്ന് ഡൊണാൾഡ് ട്രംപ് ഒക്കെ പറഞ്ഞ 12th ഡേ വാറിനെ ട്രംപ് വിശേഷിപ്പിക്കുന്ന ആ യുദ്ധം നടക്കുന്നത് ജൂൺ 13-നാണ്. പുലർച്ചെ സമയത്ത് ഒരു 3:30 സമയത്ത് ഇസ്രായേൽ ഇറാനിൽ ഒരുപാട് ബോംബുകളും മിസൈലുകളും വർഷിക്കാണ്. പക്ഷെ അതിനെ തിരിച്ചടി ഒന്നോണം ഇസ്രായേലിന്റെ വലിയ പ്രശസ്തമായിട്ടുള്ള അയൺ ഡോം ഇസ്രായേൽ ഞങ്ങളെ മണ്ണിലേക്ക് ഒരു മിസൈലും വീത്തൂല എന്ന് അവര് ഭയങ്കര വീരവാദം പറയണ ഏറ്റവും വലിയ ഡിഫൻസ് പ്രോട്ടോകോളായിട്ട് കാണിക്കണാണ് ഈ അയൺ ഡോം എന്നൊക്കെ പറഞ്ഞു. ആ അയൺ ഡോമിനെ വരെ ഭേദിച്ചുകൊണ്ട് വലിയ മിസൈലുകള് ഇസ്രായേലിൽ ഇറാന് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇടയില് അമേരിക്ക B-2 സ്പിരിറ്റ് ഹെൽത്ത് ഹെവി ബോംബർ എന്ന് പേരുള്ള ഒരു വിമാനം. ഈ വിമാനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 19 വിമാനമാണ് ലോകത്താകെ ഉള്ളത്. ആ 19 അമേരിക്കക്ക് സ്വന്തമാണ്. 19 അമേരിക്കക്ക് സ്വന്തം. മാത്രല്ല വലിയ ബങ്കറുകളെ തകർക്കാൻ പറ്റിയിട്ടുള്ള ബോംബുകളാണ് അതിൽ ഉള്ളത്. അതുകൊണ്ടുവന്നിട്ട് ഇസ്ഫഹാന്, നതാൻസ് ഇവിടെ പോലത്തെ ഈ ഇറാൻ നിലയങ്ങള് ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുന്ന സംശയിക്കുന്ന ഇടങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ടോ അമേരിക്കൻ ഇത് ലാസ്റ്റ് ഇടപെട്ടുകൊണ്ട് ഇതിനൊരു സ്റ്റേ കൊണ്ടുവരുന്ന. അതെ, അമേരിക്കനെ പണ്ടോട്ടുള്ള ഒരു കളിയാണ്. പക്ഷെ ഇസ്രായേലിന്റെ ഈ ഒരു യുദ്ധത്തെ നമ്മൾ കേവല ജൂൺ 13 ഒരു സംഭവത്തിൽ മാത്രം നിർത്തി വായിക്കേണ്ട ഒരു സംഭവമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മളെ വെസ്റ്റേൺ ഏഷ്യൻ മേഖലയിൽ ഫലസ്തീനിലും സിറിയയിലും ലബനനിലും ഈജിപ്തിലൊക്കെ ഇസ്രായേൽ ചെയ്തതുപോലെ ഒരാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇറാനിലും. പക്ഷെ അവിടെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ അവരുടെ മിലിറ്ററി പവർ വീക്ക് ആയതുകൊണ്ടൊക്കെ ഒന്ന് അടങ്ങി നിന്നപ്പോൾ ഇസ്രായേൽ അതിനെതിരെ തിരിച്ചടിച്ചു. അവർ ഒന്നും മെയിൻറ്റാക്കാതെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായ സംഭവം. ഇതിനോട് ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇന്നത്തെ ഫലസ്തീനിലെ ഹമാസിന്റെ മേധാവിയായിട്ടുള്ള യഹിയ സിൻവാർ. അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ജീവന് ഭീഷണി ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഇറാനാണ് അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയത്. അതെ, യഹിയ സിൻവാർ ഒരുപാട് കാലം ഇറാനില് ഒളിവിലായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ഈ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ പോളിസി നമ്മൾ നോക്കുമ്പോൾ ഒരു സംഭവം എന്താ വെച്ചാൽ ആര് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാലും കൂസാക്കൂല എന്നുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നേരിട്ടിരുന്ന രാജ്യം ഇറാനാണ് അല്ലെ. ഇപ്പോ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷം അതിലൊരു മാറ്റം വന്നു, റഷ്യയായി. പക്ഷെ എന്നാലും ആ സമയത്തൊന്നും അമേരിക്കന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ ഇറാൻ മുട്ടുകുത്തി നിന്നിട്ടില്ല എന്നുള്ള ഒരു പ്രത്യേകത അന്നുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഉപരോധങ്ങളുടെയൊക്കെ ഉത്ഭവം എന്നുള്ളത് 1979-ലാണ്. അന്ന് അമേരിക്കയുടെ കളിപ്പാവകളായിരുന്ന ഇറാനിയൻ ഭരണാധികാരികൾ, പഹ്ലവികൾ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്, മുഹമ്മദ് റസ പഹ്ലവിയെ പോലുള്ള ആളുകളെ മുട്ടുകുത്തിച്ചുകൊണ്ടാണ് ആയത്തുള്ള റൂഹുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം
അന്ന് ഇറാൻ ഭരണകൂടത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഹാമിദ് പറഞ്ഞ പോലെ ഈ പഹ്ലവികള് ഇറാനില് ഉണ്ടായിരുന്നത് ഒരു അമേരിക്കൻ ഏജന്റുകളെ രൂപത്തിലായിരുന്നു. ഖജാർ രാജവംശത്തെ പഹ്ലവികൾ വരുന്നത്, അട്ടിമറിച്ചുകൊണ്ടാണ് പഹ്ലവികൾ അവിടെ വരുന്നത്. എന്നിട്ട് അവര് ഒരു വെസ്റ്റേണൈസേഷൻ, ഇപ്പൊ നമ്മള് തുർക്കിയിലൊക്കെ കാണുന്ന അതാതുർക്ക് ചെയ്ത ഒരു വെസ്റ്റേണൈസേഷൻ മോഡല്, സെയിം മോഡലാണ് ഇറാനിലും പഹ്ലവികൾ കൊണ്ടുവരുന്നത്. അവിടുത്തെ നമുക്ക് തെഹ്റാനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കോട്ടും സൂട്ടൊക്കെ ധരിച്ച് കുറെ ആളുകൾ ഉണ്ടാവും. സ്ത്രീകളാണെങ്കിലും ഒരു വെസ്റ്റേൺ മോഡലിലുള്ള ഡ്രസ്സുകളാണ് ധരിക്കുന്നത്. എന്തിനേറെ പറയണം, അക്കാഡമിക് ഫീൽഡിൽ മദ്രസകളിലൊക്കെ ഒരുപാട് നിരോധനങ്ങൾ കൊണ്ടുവന്നിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ആളുകളെ പഠിപ്പിക്കുന്നതൊക്കെ ഒരു വെസ്റ്റേൺ ഐഡിയോളജികളൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇത് മാത്രമല്ല ഇതിന് കാരണം. പഹ്ലവികളുടെ ഏകാധിപത്യ ഭരണങ്ങളും അതുപോലത്തെ അവരുടെ ദൂർത്തടികളും അവരുടെ മതപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള പല അരക്ഷിതാവസ്ഥകളും ഇറാനിലെ ജനങ്ങളെ വളരെയേറെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് അത് മുതലെടുത്തിട്ട് തന്നെയാണ് ആയത്തുള്ള റൂഹുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന ഒരു അൺനോൺ ഇസ്ലാമിക് കൺട്രിക്കാണ് രൂപം നൽകുന്നത്. ഈ ഖുമൈനി ഒരു ഷിയിസ്റ്റ് ആശയമുള്ള ആളാണ്. ഈ ലോകത്ത് ഇസ്ലാമിനെ ലോകം മൊത്തമായിട്ട് കാണുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് സുന്നികളായിട്ടും മറ്റൊന്ന് ഷിയാക്കളായിട്ടും. നമ്മളിവിടെ കാണുന്ന ജമാഅത്തെ ഇസ്ലാമിയ, തബ്ലീഗ് ജമാഅത്ത്, അതുപോലെ വഹാബികൾ, മൗദൂദിസ് ഒക്കെ സുന്നികളായിട്ടാണ് ലോകം കാണുന്നത്. മറുഭാഗത്ത് അതുപോലെ ഷിയാക്കളിൽ ഒരുപാട് ടീമുകളൊക്കെ ഉണ്ട്. അതിൽ പെട്ടതാണ് ഇപ്പൊ നമ്മൾ ഇറാനിലെ ഭൂരിഭാഗം ആളുകളുള്ള അവിടുത്തെ ഭരണകൂടം വരെയുള്ള ഇസ്നാശരികൾ. എന്താ സംഭവം വെച്ചാല് അതുപോലെ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമായ ഖുർആനും ഹദീസിനും തന്നെ നേർ വിപരീതമാവുന്ന പല ആശയങ്ങളും അവരുടെ അടുത്തുള്ളത്. ഉദാഹരണത്തിന് ഇമാമത്തിന്റെ വാദമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് പ്രവാചകന്മാർക്ക് ശേഷം ഈ ലോകത്തെ നന്മയിലേക്ക് സമുദ്ധരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട 12 ഇമാമാരുണ്ട്. അവർക്കാണ് കൺട്രോൾ ഉള്ളതെന്ന് അവർ പറയുന്നത്. പ്രധാനമായിട്ട്, അതായത് ഫസ്റ്റ് ആയിട്ട് അവർ എണ്ണുന്നത് അലി റളിയല്ലാഹുവിനോടാണ്. ഇമാം മഹ്ദി വരുന്നൊക്കെയാണ് പറയുന്നത്. ഈ അലി റളിയല്ലാഹുവിനോട് സംബന്ധിച്ച എല്ലാ വിഷയങ്ങൾക്കും ഓല് കുറച്ച് എക്സ്ട്രാ പവർ നൽകലാണ്. അത്ര മഹബത്തായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനോടൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഖുമൈനിയെ റസാ പഹ്ലവി ഒരു വട്ടം തടവിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നിട്ട് ടെഹ്റാനിൽ വെച്ച് വലിയൊരു സമ്മേളനം നടത്തുന്നുണ്ട്, ഫൈസിയ മദ്രസയിൽ വെച്ചിട്ട്. അന്ന് അയാൾ പറയുന്നൊരു വാക്യമുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, എല്ലാ മണ്ണും കർബല, എല്ലാ നാളും ആശൂറ എന്നൊരു പ്രകമ്പനം കൊള്ളുന്ന വാക്കാണ് അയാൾ നൽകുന്നത്. അതുപോലെ തന്നെ അന്നത്തെ ഈ ഭരണാധികാരി റസാ പഹ്ലവി അയാൾ ഉപമിക്കുന്നത് യസീദിനോടാണ്. ആരാണ് യസീദ്? ഉമവിയ ഖലീഫത്തില് അന്ന് ഹുസൈൻ റളിയല്ലാഹുവിനെതിരെ പടതിരിഞ്ഞ യസീദിനൊക്കെയാണ് അവർ ഉപമിക്കുന്നത്. യസീദിനെ പറയുമ്പോഴേ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാശ്മീരിൽ പോയപ്പോൾ അവിടെ ഒരു ഷിയ മക്കാമിൽ കയറാനുണ്ടായി. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കിടയിൽ ഒരു താടിയൊക്കെയുള്ള ഒരു മനുഷ്യൻ, ഷിയാണ് തോന്നുന്നുണ്ട്, ആ മനുഷ്യൻ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കാണ്, അതിന് വേറെ തന്നെ ആയിട്ടാണ് ഒരു കാണുന്നത്. അതെ. പിന്നെ ഈ ഇമാമത്ത് പോലെ തന്നെ ഈ ഷിയാബങ്ങൾക്കിടയിലുള്ള മറ്റൊരു വാദമാണ് ഇസ്മത്ത് എന്നുള്ളത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഖുർആനും സുന്നത്ത് അടിസ്ഥാനമാക്കിയിട്ട് അമ്പിയാക്കൾക്ക് മാത്രമുള്ള ഒന്നാണ് പാപസുരക്ഷ. ഈ ഷിയാക്കളുടെ വാദം അനുസരിച്ച് ഇവരുടെ ഈ 12 ഇമാമിയങ്ങൾക്കും ഇസ്മത്ത് ഉണ്ടെന്നാണ്. അത് ഖുർആനിലോ മറ്റ് ഇസ്ലാമിന്റെ ഒറ്റ അടിസ്ഥാനങ്ങളിൽ അത് പറയപ്പെടുന്നില്ല. ഒരു കൗതുകരമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരാശയുണ്ട്, തഖിയ്യ എന്ന് പറയുന്നത്. അഥവാ ആവശ്യഘട്ടങ്ങളിൽ സത്യത്തെ മറച്ചു വെച്ചിട്ട് കളവിന് ഉദ്ധരിക്കുക. ഇപ്പൊ ജൂതന്മാർക്കിടയിലേക്കാ പോണെന്നുണ്ടെങ്കിൽ ജൂതവേഷം ധരിക്കുക, ക്രൈസ്തവരാണെങ്കിൽ സൂപ്പർ ക്രൈസ്തവരാകുക. അത്തരത്തില് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതൊരു പുണ്യകരമായിട്ടാണ് ഒരു കാണുന്നത്. അതാണ് രസം. ഒരു കാര്യം ഇതിലേക്ക് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ഒരു സംഭവത്തെ, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഓല് ഈ ഒരു ക്വസ്റ്റ്യൻ കൗണ്ടർ ചെയ്യല്. എങ്ങനെയാന്ന് വെച്ചാല് ഓലോട് ചോദിക്കപ്പെടുന്നുണ്ട്, ഇപ്പോൾ ഉമർ അബൂബക്കർ റളിയല്ലാഹു അലി റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിന്റെ മുന്നേ അലി റളിയല്ലാഹുവിന്റെ ഭരണാധികാരിയായി. അപ്പൊ അലി റളിയല്ലാഹുവിനെ അറിയില്ലേ താനാണ് അടുത്ത നിബിധങ്ങളുടെ പിൻഗാമി എന്ന്. അപ്പൊ അവര് പറയുന്നത് അലി റളിയല്ലാഹു അവിടെ ആത്മരക്ഷാർത്ഥം ഇവര് ഭീഷണിപ്പെടുത്തോ ഭയപ്പെടുത്തുമോ എന്ന്. ആരാണ് അലി റളിയല്ലാഹു? അലി എന്ന് കേട്ടാലും മക്ക കിടുങ്ങുന്ന കാലാണ്. ഇവരെ പേടിച്ചുകൊണ്ട് അലി തന്നെ തെക്കിയ ചെയ്ത് ഇവരെ 3 പേരും ബൈഅത്ത് ചെയ്തതാണെന്നൊക്കെയാണ് അതിൽ പറയുന്നത്. എന്തൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാന് ഈ അടുത്ത് കണ്ട ഒരു വ്ളോഗിങ് വീഡിയോ ഉണ്ട്, ഹിച്ച് ഹൈക്കിൻ നൊമാഡ്, നിങ്ങൾക്ക് അറിയില്ലുണ്ടാവും. അദ്ദേഹത്തിന്റെ ഇറാനിയൻ യാത്ര സീരീസ് ഇപ്പോൾ കഴിഞ്ഞു. ആ യാത്രയിൽ അദ്ദേഹം ഒരു ദിവസം രാത്രി ഇറാനിലെ ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് വരുന്നത്, സംരക്ഷണം നൽകുന്നത് ഒരു ഇറാനി പുരുഷനാണ്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം,
പാർപ്പിടം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. ഈ ഒരു സംഭവം ലോകത്തിന് മുമ്പിൽ തന്നെ ഇറാന്റെ ആതിഥ്യ മര്യാദ വളരെയധികം കാത്തു സൂക്ഷിക്കുന്നു. ഇറാന്റെ ആതിഥ്യ മര്യാദയെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇപ്പോൾ മധുനായർ ന്യൂയോർക്കിന്റെ ഉമർ ഖയ്യാമിന്റെ നാട്ടിലെന്നൊരു പുസ്തകമുണ്ട്. അതിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെരുപ്പ് കടക്കാരൻ്റെ അടുത്ത് പോകുമ്പോൾ അയാള് മാറി സ്വന്തം സീറ്റ് മാറി ഇവിടെ ഇരുന്നോളൂ എന്നുള്ള ഒരു ആതിഥ്യ മര്യാദ. ജ്യൂസ് കടയിൽ പോകുമ്പോൾ അങ്ങനെ ഭയങ്കര സ്നേഹത്തുള്ള ഒരു പെരുമാറ്റം, പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട്. ഇറാനിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കും മനസ്സിലാവുന്നത് അവരുടെ ആതിഥ്യ മര്യാദ ഭയങ്കര ഉഷാറാണെന്നാണ്. ഈ ആതിഥ്യ മര്യാദ പറയുമ്പോഴേ എടുത്തു പറയേണ്ട ഒന്നാണ് അവിടുത്തെ ഫുഡ്, ഭക്ഷണം. അതെ, ഭക്ഷണത്തിൽ ഈ രാത്രി കാലങ്ങളിൽ അവിടുത്തെ ആളുകൾ എന്താ വെച്ചാല് വീടുകളിലല്ല അധികം ഫുഡ് ഉണ്ടാക്കുന്നത്, മറിച്ച് സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങിച്ചില്ലാണ്. സ്ട്രീറ്റുകൾ ഒരുപാടാണ്, അതന്നെ ഫുൾ ഓൺ ആയിരിക്കും. കബാബാണ് അവിടുത്തെ മെയിൻ. വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാവും. കബാബാണ് ഹൈലൈറ്റ്. ആ കബാബിന്റെ 100 ടൈപ്പ് ഓഫ് കബാബുകളാണുള്ളത്. അത്തരത്തിൽ എന്തിനേറെ പറയണം, നമ്മളെ കേരളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിരിയാണി അതെവിടുന്നാ വന്നത്? ഇറാനിൽ നിന്നാണ്. അത്തരത്തില് ഫുഡിന്റെ കാര്യത്തിലും എല്ലാം ഈ അറേബ്യനെയും ചൈനനെയും ഇന്ത്യനൊക്കെ കടത്തിയിരുന്ന ഒരു ശൈലി തന്നെയാണ് ഇറാനുള്ളത്. ഈ നിഗൂഢതകളുടെ ഒരു വേറെ തന്നെ ഒരു ഭാഗമാണ് അവിടുത്തെ സ്ത്രീകളെ കെട്ടിപ്പൂട്ടി വെക്കാന്നുള്ളൊരു ആശയം വെസ്റ്റേൺ മീഡിയ നല്ല വലിയ സംഭവമാക്കിയിട്ടാണ് പറയാറുണ്ട്. പക്ഷെ അതിപ്പോൾ നമ്മൾ അവിടെ പോയ വ്ളോഗുകളും അവിടെ നേരിട്ട് പോയ ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് അത്ര അവർ പറയുന്നത് പോലെ ഒരു മൂടി വെച്ച ഒരു പറഞ്ഞതുപോലെ ഒരു സംഭവം അവിടെ അല്ല. ഇപ്പോൾ പ്രൊഫഷണലുകൾ എടുത്തു നോക്കുമ്പോൾ തന്നെ അവിടെ ടാക്സി ഡ്രൈവർമാരായിട്ടും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആയിട്ടും പുരുഷന്മാരോടൊപ്പം ഒരുപക്ഷെ പല മേഖലകളിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ ജോലി കാര്യങ്ങളൊക്കെ ഇറാനിൽ കാണുന്നുണ്ട് സ്ത്രീകളിൽ. അവർ പറയുന്നത് പോലെയുള്ള ഒരു സംഭവമൊന്നും അതിലില്ല. പക്ഷെ എങ്കിലും നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇറാനിലെ ഷിയായിസത്തിന്റെ ഭാഗമായിട്ട് ഷിയിസ്റ്റ് ചിന്താഗതിന്റെ പേരിൽ 6 ലക്ഷത്തിലേറെ സുന്നികള് കാഫിര്യങ്ങളാണെന്നുള്ള പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇറാന്റെ രാജ്യം വളരെ വിശാലാണ്, ചരിത്രങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് പുരാതനമായ നഗരം, കാണേണ്ട ഒരു നാട്, ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ട വ്യത്യസ്തമായിട്ടുള്ള പാഠങ്ങൾ. ഇന്നത്തെ എപ്പിസോഡ് ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ.